ഇതാ വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ പൊടി നനച്ചെടുത്ത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന റോസ് പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഇതാ ഇതുപോലെ നല്ല കളർ അരയ്ക്കുമ്പോൾ ഇതിനകത്ത് വെജിറ്റബിൾ ഉള്ള കാര്യമൊന്നും കുട്ടികൾക്കൊന്നും മനസ്സിലാവത്തേയില്ല. അതുപോലെ തന്നെ അവർക്ക് പറ്റിയ എരിവൊക്കെ കുറഞ്ഞുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ കൂടെ കാണിക്കുന്നുണ്ട് എളുപ്പത്തിൽ. മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. 4 ബ്ലേഡുള്ള ജാർ എടുക്കുക. ഒരു 3 തവി വറുത്ത പുട്ടുപൊടിയാണ് ചേർക്കുന്നത്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി 1 തവി ചോറാണ് ചേർക്കുന്നത്. ചൂട് ചോറ് ചേർക്കരുത്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചോറാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചേർക്കുക. കുറേ നേരം വെളിയിൽ വെക്കാതെ ഉടനെ തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതാ നല്ലവണ്ണം ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ഇതാ ഇത് കുറച്ച് നനവൊക്കെ വന്നിട്ടുണ്ട്. ഇനി 1 തവി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടാണ് ചേർക്കേണ്ടത്. ഇത് ചേർത്തിട്ട് ഒരു 5 അല്ലെങ്കിൽ 10 സെക്കൻഡ് നേരത്തേനൊന്ന് അടിച്ചെടുക്കണേ. ഇടയ്ക്കൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുക. ബീറ്റ്റൂട്ട് നല്ലവണ്ണം അരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഇടയ്ക്ക് എന്തെങ്കിലും കഷ്ണങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യണേ. ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ച് വിട്ടാൽ മതിയേ. ഈ പുട്ടിന് ബീറ്റ്റൂട്ടിൻ്റെ ടേസ്റ്റ് അറിയത്തേയില്ല കേട്ടോ. ഒരു ചെറിയൊരു സ്പൂൺ പഞ്ചസാരയോടെ ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ പുട്ടിൻ്റെ ലൈറ്റായിട്ട് ടേസ്റ്റ് കൂടുതലാണ്. 1 തവി തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാടൊന്നും ഇട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചാൽ മാത്രം മതിയേ. ഇത് പൊടി നല്ല കളറായിട്ടുണ്ട്. ഈ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന്. ഇത് പുട്ടിനാവശ്യമുള്ള നനവായിട്ടുണ്ട്. ഇനി ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുട്ടിൻ്റെ കൂടെ നെയ്യ് നല്ലൊരു കോമ്പിനേഷനാണ്. വീട്ടിലിപ്പോൾ എല്ലാവരും നെയ്യ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1 സ്പൂൺ നെയ്യൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് മാത്രമായിട്ട് നമ്മൾ ഈ പുട്ട് തള്ളിയിടുമല്ലോ, ചൂടോടെ തള്ളിയിടുന്ന സമയത്ത് ആവശ്യമുള്ളവർക്ക് മാത്രമായിട്ട് ഇങ്ങനെ നെയ്യ് ഒഴിച്ച് കൊടുത്താലും മതിയേ. പുട്ടുകുറ്റിക്കകത്ത് ഒരുപാട് കുത്തി നിറയ്ക്കരുത്. അതുപോലെ ജീരകം വേണ്ടിയവർക്ക് ജീരകം ചേർക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ പുട്ടുകുറ്റിയുടെ വെള്ളത്തിനകത്ത് ജീരകം ഇടുന്നവരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി പുട്ടുകുറ്റിയിൽ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റീം പോണേ. അതിനുശേഷം വേണം പുട്ടെടുക്കാനായിട്ട്. ചോറ് ചേർക്കുന്ന കാരണം നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. എത്ര സമയം വേണമെങ്കിലും സോഫ്റ്റായിട്ടിരിക്കും. ഇനി മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് കാണിച്ചു പോകാം. തലേദിവസം രാത്രിയിൽ കുതിർത്ത് വെച്ച 2 കപ്പ് ഗ്രീൻ പീസാണ് ചേർക്കുന്നത്. ഇനി ഒരല്പം ഉപ്പാണ് ചേർക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സവാളയാണ് കനം കുറഞ്ഞരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് കീറിയിട്ട് ചേർക്കുവാണ്. ഇനി ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതാണ്, അതും ചേർക്കുകയാണ്. ഇനി ഇഞ്ചിയാണ് ചേർക്കുന്നത്. വളരെ ചെറുതായിട്ട്, അതായത് പൊടിയായിട്ട് അരിഞ്ഞിരിക്കണേ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിരിക്കണേ. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം, ഞാൻ ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. നഖയ്ക്കാണ് വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നത്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കണേ. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 വിസിൽ വരെയാണ് അടുപ്പിക്കുന്നത്. ഇപ്പോൾ കുക്കറിൻ്റെ അനുസരിച്ച് വിസിലിനൊക്കെ മാറ്റം വരും. ഇത് നല്ല സോഫ്റ്റായിട്ട് വെന്തിരിക്കുകയും വേണം. ഒരല്പമൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുകയും വേണേ. ഇപ്പോൾ കുക്കറിലടിക്കുമ്പോൾ നിങ്ങൾക്ക് കുഴഞ്ഞു പോകുന്ന പേടിയുള്ളവരാണെങ്കിൽ ഒരു 2 വിസിൽ വന്നതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ 1 വിസിലൂടെ അടിക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ചിലതൊക്കെ ലൈറ്റായിട്ട് ഉടഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനെ തന്നെ എടുക്കണേ. ഇതിലിനിയും ഗരം മസാലയാണ് ചേർക്കുന്നത്. ഞാൻ ഇവിടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം പൊടിച്ചാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനിയും പാക്കറ്റ് ഗരം മസാല പൗഡർ ആണെങ്കിൽ അതായാലും ചേർത്താൽ മതിയേ. ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/4 കപ്പോളം തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇത് 1-ാം പാൽ 2-ാം പാലെന്നൊന്നുമില്ല. ഞാൻ ശകലം വെള്ളം തേങ്ങയ്ക്കകത്തൊഴിച്ച് നന്നായിട്ട് അരച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്തതാണ്. 1-ാം പാലും 2-ാം പാലും ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ വെള്ളം ഒഴിച്ചില്ലേ, അത് 2-ാം പാലിനകത്ത് വെള്ളത്തിന് പകരം 2-ാം പാലിട്ട് വേവിച്ചിട്ട് ഈ സമയത്ത് 1-ാം പാൽ ഒഴിച്ചാലും മതിയേ. ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല.
ലൈറ്റായിട്ടൊന്ന് തിള വന്നാൽ മതി. കുറച്ച് മല്ലിയില ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ചൊക്കെ ഗ്രീൻ പീസ് ഉടയുകയും ചെയ്യുവേ. ഇനി കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതാ ലൈറ്റായിട്ടൊക്കെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കാത്തത് കാരണം ഈ ഗ്രീൻ പീസിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. അതിപ്പോൾ ശകലം ഉടഞ്ഞ് ഇതിനകത്ത് ചേരുകയും വേണം തേങ്ങാപ്പാലിനോടൊപ്പം തന്നെ. അതുകൊണ്ടൊന്ന് ഇളക്കി ഒന്ന് ഉടച്ച് വിടണം ലൈറ്റായിട്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചൊരു കട്ടിയാവും. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതാ ഈ ഒരു അളവിനെടുക്കണേ. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ കറിയാണ്, കുട്ടികൾക്കായിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ലൈക്കും കമൻറ്റും ഒക്കെ തരാൻ മറക്കല്ലേ.